നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ റോസ്റ്റാണ്. അതിനാവശ്യത്തിനുള്ള സോയാബീൻ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പച്ചമുളകിന് വേണ്ട പച്ചമുളക്, കൊച്ചുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, സവാള ഒരെണ്ണം എടുത്തരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളിക്കായ, 5-6 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 2 പൂള് തേങ്ങ ഇതിനകത്ത് കണ്ടിച്ച് കണ്ടിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ എടുത്ത് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് അരച്ച് ചേർക്കാനാണ് ഈ തേങ്ങ. പിന്നെ അതിനാവശ്യത്തിന് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുത്ത് വെക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടട്ടെ. 2 പച്ചമുളക് മുറിച്ചിട്ട് കരിയാപ്പില ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതും ഇടുകയാണ്. ഇതിനകത്തോട്ട് മൂത്ത് വരുമ്പോൾ ഉള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇടുകയാണ്. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണം അതിലിടുകയാണ്. അതോടെ ഇതിൻ്റെ കൂടെ കിടന്ന് മൂക്കണം. സവാള ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. സവാള വഴതാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇടുകയാണ് ഇതിനകത്തോട്ട്. സവാള വെള്ളമായി ഒന്ന് പച്ചണൊക്കെയാണ് ഇച്ചിരി ഉപ്പിടുന്നതാണ്. ഇനി ഇതിനകത്തിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മുളക് പൊടി ഇവിടെ ചേർക്കുകയാണ്. ഒത്തിരി എരിയൊന്നും വേണ്ടാത്തതുകൊണ്ട് കുറച്ചേ മുളക് പൊടി, എരിയില്ലാത്ത മുളക് പൊടിയാണ് കുറച്ചും കൂടി ചേർക്കുന്നത്. അതൊന്ന് 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. മസാലപ്പൊടി ഇവിടെ ഇതെല്ലാം കൂടെ ഇളക്കി ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലോട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കായിട്ട് ഇടുകയാണ്. വറുത്തരച്ച് വെച്ച് തേങ്ങയുടെ അതിലോട്ട് ചേർക്കണം. അതിൻ്റെ തേങ്ങ അരച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കുകയാണ്. തേങ്ങ അരച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അതുകൂടെ ഇട്ട് ഇനി ഒന്നുകൂടെ വേവട്ടെ. ഇത് 2-3 കൂടെ കിടന്ന് നമ്മുടെ സോയാ റോസ്റ്റ് റെഡിയായി. ഇനി ഇതിനകത്തിലോട്ട് ശകലം കുരുമുളക് പൊടി ഇവിടെ ചേർക്കുകയാണ്. അത് വാങ്ങാറായിട്ട് ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരുന്നതാണ്. ഞാൻ അതുകൂടി ഇട്ട് ഇളക്കി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഞാൻ തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര മടി എല്ലാവർക്കും. എൻ്റെ ചെറിയ ചാനലായതുകൊണ്ടാണ് എല്ലാവർക്കും ഭയങ്കര മടി. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചാനലിന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇന്ന് നമ്മുടെ സോയാ റോസ്റ്റ് ശരിയായി റെഡിയായിരിക്കുകയാണ്. അതിനകത്ത് 5-6 കരിയാപ്പില ഇവിടെ ഞാൻ ഇടുകയാണ്.